അഭിലാഷ്, ഈ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. അതായത് ആം ആദ്മി പാർട്ടി മുന്നിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഗ്യാപ്പ് ലീഡ് വളരെ കുറവാണ് എന്നുള്ളതാണ്. അത് മാറി മറിഞ്ഞ് വരുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം അരവിന്ദ് കെജ്രിവാളിൻ്റെ പോലും ഏകദേശം 300 വോട്ടിന് താഴെ മാത്രമാണ് ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ നിൽക്കുന്നത്. അടുത്ത റൗണ്ട് വരുമ്പോൾ ഇത് മറികടക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് BJPക്ക് ഉള്ളത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ 10 മണ്ഡലങ്ങളിൽ 6 എണ്ണവും ആം ആദ്മിയുടെ കയ്യിലുള്ളതാണ്. അതായത് BJPക്ക് ഇപ്പോൾ തന്നെ 40 സീറ്റുകളിൽ ലീഡുണ്ട്. അത് 6 സീറ്റുകളായിട്ട് കൂടി വർദ്ധിക്കുമ്പോൾ 46 സീറ്റുകളിലേക്ക് പോകും. അപ്പോൾ ഒരു പ്രോബബിലിറ്റി കണക്കെടുക്കുകയാണെങ്കിൽ മാക്സിമം 30-33 വരെ മാത്രമേ ആം ആദ്മി പാർട്ടിക്ക് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ, ഒരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന കോൺഗ്രസിൻ്റെ പ്രകടനം വലുതായിരിക്കുമെന്നുള്ളതാണ്. നേരത്തെ രതീഷ് പറഞ്ഞ പോലെ തന്നെ കാൽക്കാജി മണ്ഡലത്തിൽ അൽക്ക ലാംബയുടെ വോട്ട് 1000 വോട്ടുകൾ മാത്രമാണ്. അതായത് 12,000-വും 13,000-വും വോട്ടുകൾ മറ്റ് 2 പാർട്ടികൾ BJPയും ആം ആദ്മി പാർട്ടിയും പിടിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ അൽക്ക ലാംബ, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ താര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കോൺഗ്രസ് അവതരിപ്പിച്ച അൽക്ക ലാംബ DUSUവിൻ്റെ ചെയർമാനായിരുന്നു, NSUയുടെ ചെയർമാനായിരുന്നു. പിന്നീട് ആം ആദ്മി പോയി, പിന്നെ തിരിച്ച് കോൺഗ്രസിൽ വന്നു. വെറും 1000 വോട്ടുകൾ മാത്രമാണ് അവർക്കുള്ളത്. ഇതേ സാഹചര്യം തന്നെയാണ് കോൺഗ്രസിൻ്റെ പല സ്ഥാനാർത്ഥികൾക്കും പല മണ്ഡലങ്ങളിലും ഉള്ളത് എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് 4%, 5% വോട്ടിൻ്റെ അകത്ത് നിൽക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഡൽഹി ദീപസ്വ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ട് N ബ്ലോക്ക് BJPയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വിലയിരുത്തലുള്ളത്. ആം ആദ്മി പാർട്ടിയുടെയും വലിയൊരു ശതമാനം വോട്ടുകൾ, അതായത് വനിതകളുടെ വോട്ടുകളിൽ വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. നേരത്തെ ബല്ലിമാരൻ സീറ്റിൽ പോലും BJP മുന്നേറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ ഇപ്പോൾ വരുന്നുണ്ട്. ഏതായാലും